നമുക്ക് ഈ വീഡിയോയിൽ നമ്മുടെ മാക്കിലോട്ട് പോസ്റ്റ്ഗ്രസ് SQL എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. അപ്പോൾ അത് നമ്മൾ ഏതെങ്കിലും ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് പോസ്റ്റ്ഗ്രസ് എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും പോസ്റ്റ്ഗ്രസ് SQL തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വരുന്ന postgresql.org എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വരുന്ന ആ വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഡയറക്റ്റ് നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഡൗൺലോഡ് ബട്ടൺ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് വേർഷൻ മാക്കിൽ വന്ന ലേറ്റസ്റ്റ് വേർഷൻ ഏതാണ് അതിൻ്റെ അപ്ഡേഷൻ നോട്ട്സൊക്കെ ഇവിടെ കാണാൻ പറ്റും. പക്ഷെ നമ്മൾ ഈ ഡൗൺലോഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നേരെ റീഡയറക്റ്റ് ആവുന്ന നമ്മുടെ ഡൗൺലോഡിങ് പേജിലോട്ടായിരിക്കും. അവിടെ നമ്മൾ ഈ മാക് OS സെലക്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് ഒരുപാട് വേർഷൻസ് കാണാൻ പറ്റും. അതുപോലെ ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കാണും, ഡൗൺലോഡ് ദ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞൊരു ലിങ്ക് കാണും, ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് ഒരുപാട് വേർഷൻസ് കാണാൻ പറ്റും മാക്കിൻ്റെ. അപ്പോൾ അതിൽ നമ്മൾ മാക് OSൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് സേവ് കൊടുക്കുക. ഓക്കെ, ഡൗൺലോഡ് ആയിട്ടുണ്ട്. ആ ഡൗൺലോഡ് ഫയൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്, പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. നമുക്ക് ജസ്റ്റ് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും പോപ്പപ്പ് ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ അതിനകത്ത് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഡീഫോൾട്ട് ഒരു ഏത് ലൊക്കേഷനാണ് അത് ഡൗൺലോഡ് ഫയലിൻ്റെ ഏത് ലൊക്കേഷനാണ് സേവ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നത്. അത് ഇതേപോലെ തന്നെ ഡീഫോൾട്ട് വയ്ക്കുക, ചേഞ്ച് ചെയ്യേണ്ട. ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. ഇതിൽ ഏതൊക്കെ കമ്പോണൻസ് ഡൗൺലോഡ് എന്നാണ് കാണിക്കുന്നത്. നമുക്ക് ഈ സ്റ്റാക്ക് ബിൽഡറിൻ്റെ ആവശ്യമില്ല, അതൊന്ന് അൺടിക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. ഇത് കാണിക്കുന്നത് നമ്മുടെ ഈ SQL ഡാറ്റാബേസിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന എല്ലാ ഡാറ്റാസും എവിടെയാണ് സ്റ്റോർ ആവുന്നൊരു ഫയൽ പാത്താണ് കാണിക്കുന്നത്. അപ്പോൾ അതും അതേപോലെ ഡീഫോൾട്ടായിട്ട് വിടുക. ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ കാണിക്കുന്നത് നമുക്ക് ഒരു സൂപ്പർ യൂസർ ഉണ്ടാവും. ഈ SQL ഡാറ്റാബേസിന് ഒരു സൂപ്പർ യൂസർ ഉണ്ടാവും. അപ്പോൾ ആ സൂപ്പർ യൂസറെ പാസ്വേഡാണ് ടൈപ്പ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു ജസ്റ്റ് ഒരു ചെറിയ ഇതിലും പാസ്വേഡ് കൊടുക്കുക. ജസ്റ്റ് ഒന്നുകൂടെ പാസ്വേഡ് ഒന്ന് റീടൈപ്പ് ചെയ്യുക. ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. ഈ ഒരു 5432 എന്നൊരു പോർട്ട് നമ്പർ കാണിക്കുന്നുണ്ട്. ഈ ഒരു പോർട്ടിലായിരിക്കും നമ്മുടെ ഡാറ്റാബേസ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നെക്സ്റ്റ് കൊടുക്കുക. ഡീഫോൾട്ട് ലാംഗ്വേജ് ഓട്ടോമാറ്റിക്കലി ഇംഗ്ലീഷ് ആയിരിക്കും, അത് ചേഞ്ച് ചെയ്യേണ്ട. ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ കാണിക്കുന്നത് നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ അപ്ഡേഷൻസും ഇതുവരെ ചെയ്ത നമ്മളെല്ലാ റിക്വയർമെൻറ്റ്സും ഒരു സമ്മറി പോലെ കാണിക്കുന്നത്. അതൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇൻസ്റ്റാൾ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇത് ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാം. കുറച്ച് സമയം എടുക്കും, ഒരു 1-2 മിനിറ്റ്സ് എടുക്കും. അപ്പോൾ അതിനൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പോസ്റ്റ്ഗ്രസ് SQL ഡൗൺലോഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒരു പോപ്പ് വിൻഡോയിൽ ജസ്റ്റ് ഫിനിഷ് കൊടുക്കുക. ജസ്റ്റ് ആ വിൻഡോ ഫിനിഷ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ആ ഫൈൻഡർ ഓപ്പൺ ചെയ്തിട്ട് അവിടെ അപ്ലിക്കേഷൻസ് എടുക്കുക. അതിൻ്റെ അകത്ത് ജസ്റ്റ് SQL എന്ന് സെർച്ച് ചെയ്യുക. SQL ഷെൽ എന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ കാണാൻ പറ്റും SQL ഷെൽ ബ്രാക്കിൽ ഒരു PSQ എന്നുള്ളത് പോസ്റ്റ്ഗ്രസ് SQL ആണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഷെല്ല് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമ്മുടെ SQL ഷെല്ല് ഓപ്പൺ ആയിട്ടുണ്ട്. ഒരു സർവർ ലോക്കൽ ഹോസ്റ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ ഡാറ്റാബേസ് ഇപ്പം നിൽക്കുന്നത് പോസ്റ്റ്ഗ്രസിലാണ്. അതിൽ പോർട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കൊടുത്ത 5432 എന്നുള്ളൊരു പോർട്ട് നമ്പർ അവിടെ കാണിക്കുന്നുണ്ട്. അതിൽ യൂസർ നെയിം പോസ്റ്റ്ഗ്രസ് എന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഒരു പാസ്വേഡ് കൊടുത്തിട്ടുണ്ടാവും. ആ പാസ്വേഡ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. നമ്മൾ പോസ്റ്റ്ഗ്രസ് SQLനകത്ത് കയറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ ആ ഡാറ്റാബേസിനകത്ത് കുറേ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നു, ഡാറ്റ സ്റ്റോർ ചെയ്യുന്നു. ആ ടേബിളിൽ നിന്ന് കുറേ ഡാറ്റ റിട്രീവ് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു. എല്ലാം നടക്കുന്നത് ഈ ഒരു പോസ്റ്റ്ഗ്രസ് SQLൻ്റെ ഡാറ്റാബേസിൻ്റെ അകത്തായിരിക്കും. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ അകത്തൊരു ഡാറ്റാബേസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ജസ്റ്റ് ക്രിയേറ്റ് ഡാറ്റാബേസ് എന്ന് കൊടുത്തിട്ട് ജസ്റ്റ് ഡാറ്റാബേസിൻ്റെ ഒരു നെയിം കൊടുത്താൽ മതി. നമ്മളിവിടെ ജസ്റ്റ് സാമ്പിൾ എന്ന് പറഞ്ഞ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാണ്. ജസ്റ്റ് സാമ്പിൾ എന്ന് കൊടുക്കുക, സെൻറ്റർ അടിക്കുക. പിന്നെ പോസ്റ്റ്ഗ്രസ് SQL നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാണ്ട്, ഇപ്പോൾ നമുക്കൊന്നും കാണുന്നില്ല. ജസ്റ്റ് ഡാറ്റാബേസ് ക്രിയേറ്റ് ആയോന്നോ ഇല്ലയെന്നൊന്നും കാണുന്നില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്വറി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് നമ്മൾ സെമിക്കോൾ എന്തായാലും കൊടുക്കണം. എന്നിട്ട് എൻ്റർ അടിക്കുക. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ക്രിയേറ്റ് ഡാറ്റാബേസ് എന്ന് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇതിലൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെ നമ്മളൊരു പോസ്റ്റ്ഗ്രസ് SQL ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ അകത്ത് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാം, ഡാറ്റാസ് സ്റ്റോർ ചെയ്യാം, ഇൻസേർട്ട് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. അങ്ങനെ കുറേ ഓപ്പറേഷൻ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പോസ്റ്റ്ഗ്രസ് SQL നമ്മളെങ്ങനെ അതൊക്കെ ചെയ്യുന്നത്, ടേബിൾസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ ട്യൂട്ടോറിയൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ എങ്ങനെയാണ് മാക്കിൽ പോസ്റ്റ്ഗ്രസ് SQL എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുക.